Isaiah chapter 56, sacred verse 4. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്റെ സാബത്ത് ആചരിക്കുകയും എന്റെ ഹിതം അനുവർത്തിക്കുകയും എന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക് ഞാൻ എന്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. മദർ പറഞ്ഞ ഈ ഫാമിലിയുടെ കാര്യം, അപ്പൊ പ്രീസ്റ്റും റിലീജിയസ് ഇത് ട്രൈ ചെയ്താലോ? ഷണ്ഡന്മാരെന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ഷണ്ഡന്മാരാക്കുന്നവരുന്ന പുതിയ നിയമത്തിലും കാണും. അപ്പൊ ഈ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഷണ്ഡന്മാർക്ക് സ്വർഗത്തിലൊരു സ്പെഷ്യൽ പ്ലേസ് ഉണ്ടെന്ന് അല്ലേ? അങ്ങോട്ട് വായിച്ചേ. To the eunuchs who keep my Sabbaths. To the eunuchs. To the eunuchs who keep my Sabbaths, who choose the things that please me and hold fast my covenant. I will give in my house and within my walls a monument and a name better than sons and daughters. I will give them an everlasting name that shall not be cut off. ഇപ്പോൾ പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് ആയാലും ദൈവം പ്ലേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇമ്മീഡിയറ്റ് കമ്മ്യൂണിറ്റിയിലായിരിക്കണം സൺഡേ. ആ സമയത്തായിരിക്കും നമുക്ക് ഭയങ്കര ബിസി. അവിടെ ഫങ്ഷൻ, ഇവിടെ ഫങ്ഷൻ, ആ ഫീസ്റ്റ്, ഈ ഫീസ്റ്റ്. അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനാണെങ്കിൽ കുറെ ക്ലോത്ത്സ് വാഷ് ചെയ്യാം. എല്ലാ ക്ലോത്ത്സും കൂടി സൺഡേ ആണ് വാഷ് ചെയ്യുന്നത്. ഇവിടെ സൺഡേ നോ വാഷിംഗ് ക്ലോത്ത്സ്. പിന്നെ നമുക്ക് അയൺ ചെയ്യാറില്ല. നമ്മൾ അയണിങ് നമുക്കൊരു പണിയല്ല. അല്ല, ഞങ്ങൾ അയൺ ചെയ്യാതെയാണ് ക്ലോത്ത്സ് ഇടുന്നത്. എല്ലാം കൂട്ടിയിട്ട് സൺഡേ ഒരു ദിവസമാണ് എല്ലാ തുണി അലക്കി തേച്ച് ഉണക്കി ഉജാല നേരത്തെ കൂട്ടില്ല. എനിക്ക് അതിൻ്റെ ഓർഡർ അറിയില്ലേ. സൺഡേസ് ആണ്. അപ്പോൾ സിസ്റ്റേഴ്സ്, സൺഡേ നോ ക്ലോത്ത്സ് വാഷിങ്. സാറ്റർഡേ വരെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് വെച്ചു. ഞങ്ങളിവിടെ അയൺ ചെയ്യണില്ല. എന്തോ ഒരു സമയം പോകുന്ന അയൺ ചെയ്യാൻ അല്ലേ? അയൺ ചെയ്തിട്ട് പിന്നെ എങ്ങാനും അത് ചുളിവ് വന്നപ്പോൾ എന്തായി? അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ നമുക്കെടുക്കാം. അപ്പം പെൻഡിങ് ആയിട്ടുള്ള പണികൾ ചെയ്യാനുള്ള ദിവസമല്ല സാബത്ത് ദിവസം. അപ്പോൾ എങ്ങനത്തെ ഷണ്ഡന്മാർക്കാണ് ആ സ്പെഷ്യൽ പ്രിവിലേജ്? ദൈവരാജ്യത്തിന് വേണ്ടി സ്വയം ഷണ്ഡന്മാരാക്കുന്നവരാണല്ലോ നമ്മൾ വിവാഹിതരാവാതെ പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് ആവുന്നത്, പുരോഹിതരും സന്യാസികളും. അപ്പോൾ എങ്ങനത്തെ ഷണ്ഡന്മാരാണ്? ദൈവരാജ്യത്തിന് വേണ്ടി അച്ഛനും സിസ്റ്ററൊക്കെ ആയി, പക്ഷെ എങ്ങനത്തെ? സാബത്ത് ആചരിക്കുകയും എന്റെ ഹിതം അനുവർത്തിക്കുകയും ദൈവത്തിന്റെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക് സ്വർഗത്തിലൊരു സ്പെഷ്യൽ സ്ഥലം ഉണ്ട് അല്ലേ? അപ്പോൾ ചിലർ വിചാരിക്കും, അയ്യോ നിങ്ങൾ എന്താ ഇങ്ങനത്തെയാണോ ജീവിതം? ഒരു പിക്നിക്കൂല്ലേ, ഒന്നുമില്ലേ? ഞങ്ങൾക്ക് സ്വർഗത്തിലൊരു സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. Isaiah 56 sacred verse 3. ഇത് തന്നെ ഈ അധ്യായം തന്നെ 56:3. Do not let the eunuch say I am just a dry tree. അയ്യോ, eunuch I am just a dry tree എന്ന് പറയുന്നത്. ഫ്രഷ് അനോയിന്റിങ് വേണം, ഡ്രൈ അല്ല, ഫ്രഷ് അനോയിന്റിങ്. അപ്പൊ കണക്ഷൻ വന്നു വേണ്ട. ഞാൻ വെറും ഒരു ഉണക്കവൃക്ഷമാണ്. അപ്പോൾ ഒരു പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് ഉണക്ക വൃക്ഷങ്ങൾ പോലെ ഇങ്ങനെ നടക്കരുത്. അയ്യോ, ഒരു ഫലവും ഇല്ല. കല്യാണം കഴിച്ചിട്ടില്ല, കുട്ടികളും ഇല്ല, എന്നാൽ സ്പിരിച്വലായിട്ട് ഒരു ഫലമില്ല എന്നുള്ള പോലെ നടക്കരുത്. സ്പിരിച്വലായിട്ട് വളരെ ഫ്രൂട്ട്ഫുള്ളായിരിക്കണം. പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് സാബത്ത് ശരിക്ക് കീപ്പ് ചെയ്താലത്തെ ഒന്നും കൂടി ഒരു ഹയർ റിവാർഡ്, പ്രതിഫലമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒന്നുകൂടി വായിച്ചേ. Isaiah 56:4. കർത്താവ് അരുളിച്ചെയ്യുന്നു, എന്റെ സാബത്ത് ആചരിക്കുകയും എന്റെ ഹിതം അനുവർത്തിക്കുകയും എന്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക്. എങ്ങനത്തെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനത്തെ ഷണ്ഡന്മാർ? ഒന്ന് ദൈവത്തിന്റെ സാബത്ത് ആചരിക്കുക, പിന്നെ ഹിതം അനുവർത്തിക്കുക, ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുക. ദൈവമായിട്ട് ചെയ്ത ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുക, ഫെയ്ത്ത്ഫുൾ ആവാം. അച്ഛനായി സിസ്റ്ററായി വൗസൊക്കെ എടുത്തു, അതിനോട് വിശ്വസ്തത പുലർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഷണ്ഡന്മാർക്ക് എന്ന് വെച്ചാൽ ദൈവരാജ്യത്തെ പ്രതി യൂനക്സ് ആവുന്നവർ. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ 19-ാം അധ്യായം. ഓക്കെ.
ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ ദൈവത്തിന്റെ ആലയത്തിലെ ആ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ അതിനൊരു ശ്രേഷ്ഠതയുണ്ട്. അവിടെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യം കിട്ടും. ഒരു സ്മാരകവും നാമവും സ്മാരകം, നാമം, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്മാരകം, മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു നാമം. ഇംഗ്ലീഷിൽ എന്ത് ഇത് രണ്ടും? മോണ്യുമെന്റ്, നെയിം. മോണ്യുമെന്റ് ആൻഡ് നെയിം, ബെറ്റർ ദാൻ ഈവൻ ദ സൺസ് ആൻഡ് ഡോട്ടേഴ്സ്. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. ഒരിക്കലും തുടച്ചു മാറ്റാൻ പറ്റാത്ത ശാശ്വത നാമം. അതായത് ദൈവത്തിൻ്റെ നാമം ഉയർത്തിപ്പിടിക്കാൻ, ദൈവത്തിൻ്റെ ദിവസം ഉയർത്തിപ്പിടിക്കാൻ ത്യാഗം സഹിച്ചും സാബത്ത് കീപ്പ് ചെയ്തവർക്ക് ചിലപ്പോൾ സ്വന്തം പേര് ദുഷിപ്പിക്കപ്പെട്ടിട്ടായിരിക്കും ദൈവത്തിൻ്റെ നാമം പിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ കർത്താവിൻ്റെ ആലയത്തിൽ അവർക്ക് ഒരിക്കലും തുടച്ചു മാറ്റാൻ പറ്റാത്തൊരു ശാശ്വത നാമം. ആ ആളുടെ പേര് പറഞ്ഞ് ഇയാൾ ഇവിടുത്തെ സ്വന്തം ആളാന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുദ്ര പതിപ്പിച്ച ഒരു റിവാർഡ്, പ്രതിഫലം. ഒന്നും വെറുതെ ആവുന്നില്ല. പലപ്പോഴും നമ്മൾ പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് ആയിക്കഴിഞ്ഞാൽ ഈ സാബത്ത് വി ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്. ഡോണ്ട് ടേക്ക് ഫോർ ഗ്രാൻറ്റഡ്. നിസ്സാരമാക്കി കളയരുത്. നല്ല ശ്രേഷ്ഠമായി തന്നെ കീപ്പ് ചെയ്യണം. ഒന്നും വെറുതെ ആവില്ല, ഒന്നും വെറുതെ ആവില്ല. ഓക്കെ, ഇതിൻ്റെ സീക്രട്ട് വേഴ്സ് 6ഉം 7ഉം കണ്ടിന്യൂഷൻ ഓഫ് 6 വായിക്കാം. എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ കുറച്ച് നാൾ ചിലപ്പോൾ നമ്മളിതൊന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഇതുവരെ ചെയ്തില്ല, പരദേശികളായിട്ട് നടന്നു. സാരില്ല, ഇപ്പം തുടങ്ങി ഈ സാബത്ത് കീപ്പ് ചെയ്യില്ലേ. സാബത്ത് കീപ്പ് ചെയ്യാന്ന് വെച്ചാൽ ആ സാബത്തിൻ്റെ നിയമം വെറുതെ അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല, നോട്ട് ഓൺലി ദ ലെറ്റർ, ബട്ട് അതിൻ്റെ ആ ചൈതന്യം അരൂപി കൂടെ ഉൾക്കൊണ്ടുകൊണ്ട്. ചിലർ വളരെ സ്ട്രിക്റ്റായിട്ട് സാബത്ത് ആചരിക്കും. ചില റൂമിലും വീട്ടിലൊക്കെ അടച്ചു പൂട്ടിയിരുന്ന് ബാക്കി എല്ലാവരെയും ഇങ്ങനെ വിധിച്ച് കുറ്റം പറഞ്ഞ് അങ്ങനത്തെ ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ക്രിപ്പിൾഡ് ആയിട്ടുള്ള സാബത്ത് ആചരണമല്ല പറഞ്ഞ്. നോൺ കാത്തലിക് ആയിട്ടുള്ള ചില ഗ്രൂപ്പുകൾ, ചില സെക്റ്റുകൾ, ചിലതൊക്കെ അങ്ങനെ ചെയ്യുന്നതുണ്ട്. ഒരു എക്സ്ട്രീം, അതായത് അക്ഷരാർത്ഥത്തിൽ ലിറ്ററലി അത് ചെയ്യണു, പക്ഷേ അതിൻ്റെ ആ ഒരു സ്പിരിറ്റ്, ചൈതന്യം, അതിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ ആസ്പെക്റ്റ് മറന്നിട്ട്. അതും പാടില്ല. ഈശോ അതാണ് ഫരിസേയരോട് പറഞ്ഞത്. ലെറ്റർ ആൻഡ് സ്പിരിറ്റ് യു ഷുഡ് കീപ്പ്. അതിൻ്റെ അക്ഷരാർത്ഥവും അതിൻ്റെ അരൂപിയും കൂടി, അതിൻ്റെ ചൈതന്യം കൂടി കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ എന്താവും? ഈശോ ഫരിസേയരോട് പറഞ്ഞ പോലെ നമ്മളോടും പറയും. അപ്പോൾ സാബത്ത് സ്ട്രിക്റ്റായിട്ട് കീപ്പ് ചെയ്യണം, പക്ഷേ അതിലും സ്റ്റക്കാവരുത്. അതിൻ്റെ അരൂപി, അതിൻ്റെ ചൈതന്യം മറന്നിട്ട് ആ നിയമത്തിൻ്റെ വള്ളിയിലോ പുള്ളിയിലോ അല്ലെങ്കിൽ അക്ഷരത്തിലോ സ്റ്റക്കാവാനും പാടില്ല. ദൈവസ്നേഹം സ്വീകരിക്കാനും ആ ദൈവസ്നേഹം പകർന്നു കൊടുക്കാനും ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് ഒഴുക്കാൻ, പരസ്നേഹമായിട്ട് വരുവാനും ഇത് ഹെൽപ്പ് ചെയ്യണം. ഇനി ദൈവം പ്ലേസ് ചെയ്ത കൂട്ടായ്മയിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായി, വേറെ ഈ കൂട്ടായ്മയിലല്ലാത്ത പുറമെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചാരിറ്റിയുടെ ഇതിൽ അത് ചെയ്യണം. അയ്യോ സാബത്താണ്, അത് ചെയ്യില്ല, അങ്ങനെയും പറഞ്ഞിരിക്കരുത്. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി തന്നെ ഇങ്ങനെ പിന്നാലെ നടക്കരുതെന്നല്ലോ. നമ്മുടെ വീട്ടിലായിരിക്കുന്നു, സ്പിരിച്വൽ ഫാമിലിയിലായിരിക്കുന്നു, ആ സമയത്ത് നമ്മുടെ മുമ്പിൽ തന്നെ റോട്ടിൽ ഒരാൾ വീണു, അപ്പോൾ നമ്മൾ സാബത്താന്ന് പറഞ്ഞിട്ട് സഹായിക്കാതിരിക്കാൻ പറ്റുമോ? അവൾ എൻ്റെ കൂട്ടായ്മയിലല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, അത് പാടില്ല. ആ സമയത്ത് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്ത് തിരിച്ചു വരിക. അപ്പോൾ ഈ എല്ലാറ്റിലും നിയമത്തിൻ്റെ കാര്യം പറയുമ്പോൾ സ്ട്രിക്റ്റായിട്ട് കീപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ പോലും സ്നേഹത്തിൻ്റെ ആ നിയമം മറക്കാൻ പാടില്ല.
എന്ന് വെച്ചിട്ട് സ്നേഹം എന്ന് വെറുതെ പറഞ്ഞിട്ട് ഇത് ഉഴപ്പാനും പാടില്ല. സാബത്ത് കീപ്പ് ചെയ്യുന്നത് മറ്റേ എക്സ്ട്രീമിൽ പോയിട്ട് രണ്ടും പാടില്ല അല്ലേ. ചിലർ സ്നേഹത്തിൻ്റെ കൽപ്പന മാത്രം മതി, സാബത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉഴപ്പി നടക്കുന്നവരുണ്ട്, സ്നേഹത്തിന് റോങ് ഡെഫിനിഷൻ കൊടുത്തിട്ട്. അതുമല്ല ഉദ്ദേശിച്ച്. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ആ നിയമം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കർത്താവിൻ്റെ നിയമം നമ്മുടെ ഇഷ്ടപ്രകാരം കീപ്പ് ചെയ്യാമെന്നല്ല. അപ്പോഴാണ് ആ നിയമം കീപ്പ് ചെയ്യുന്നതിൻ്റെ ആ കൃപയോടുകൂടിയാണ് ആ നിയമം കീപ്പ് ചെയ്യുക. നിയമം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ആ നിയമം കീപ്പ് ചെയ്യുമ്പോഴും നമ്മൾ കൃപയ്ക്ക് കീഴിലായിരിക്കണം. കൃപയുടെ ഒരു ഭരണം അവിടെ ഉണ്ടാവണം, കൃപയുടെ ഒരു ആധിപത്യം ഉണ്ടാവണം. അല്ലാതെ പാപത്തിൻ്റെ ഭരണവും പാപത്തിൻ്റെ ആധിപത്യവും ആവരുത്, പാപത്തിന് കീഴിലായിരിക്കരുത്. അപ്പോൾ ഇറ്റ് ഈസ് എ ജെം ടു കീപ് ദിസ് തേർഡ് കമാൻഡ്മെൻറ്റ്. ഈ മൂന്നാമത്തെ ദൈവകൽപ്പന കീപ്പ് ചെയ്യുക വഴി നമ്മുടെ ജീവിതത്തിൽ വിലപിടിപ്പുള്ള സ്വർഗീയ ദാനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അല്ലേ. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥന മകുടം ചൂടി നിൽക്കുന്ന സകല സൗഭാഗ്യങ്ങളും മകുടം ചൂടി നിൽക്കുക. എല്ലാ സ്പിരിച്വൽ സൗഭാഗ്യങ്ങളും നന്മകളും ഇങ്ങനെ മകുടം ചൂടി നിൽക്കുന്ന, പുഷ്പിച്ച് ഫലം ചൂടി നിൽക്കുന്ന ജീവിതങ്ങളായി മാറും നമ്മുടെ തന്നെ നന്മയ്ക്കാണ്. നമ്മളിങ്ങനെ ഉണക്കാനൊന്നുമില്ല, ഉണങ്ങി വരേണ്ട പോലെ ഉണക്ക ചെടികളായിട്ടൊന്നും ഇരിക്കരുത്. നല്ല ഫലം ചൂടുന്ന ചെടികൾ. ചിലർ സ്പിരിച്വൽ ലൈഫ് ലീഡ് ചെയ്യില്ല, എന്നിട്ട് വല്ല ധ്യാനമൊക്കെ കൂടി സ്പിരിച്വൽ ലൈഫ് തുടങ്ങിയാൽ ഭയങ്കര ഡ്രൈനെസ്സും ഇങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഇപ്പോൾ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാണ്ട് നടക്കുന്നവരെ വിധിച്ചും അങ്ങനെയല്ല. അങ്ങനെ പാടില്ല. നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെ വിധിക്കലായി പ്രാർത്ഥിക്കാത്തവരെ. അപ്പോൾ ഇത്രയും നാൾ നമ്മളെങ്ങനെ നടന്നിരുന്നു നമ്മൾ മറന്നു പോവാ. വചനം പറയുന്നു, നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ വിധിക്കരുത്. ഒഴികഴിവില്ല. ഇപ്പോൾ ഞങ്ങൾ സാബത്ത് കീപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞങ്ങൾ നിങ്ങളെ വിധിക്കുന്നില്ല, പക്ഷെ എന്തെങ്കിലും സഹായകമായിട്ടുള്ളത് ജസ്റ്റ് ഷെയറിങ്. ഫരിസേയ മനോഭാവം ഇല്ലാതെ ആരും വിധിക്കണ്ട. ഫരിസേയരുടെ പുളിമാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇച്ചിരി മതി, അത് ഹോൾ മാവിനെ പുളിപ്പിക്കും. അപ്പോൾ ഞങ്ങൾ സാബത്ത് കീപ്പ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിച്ച് നിങ്ങളെ വിധിക്കുന്നില്ല, പക്ഷെ ചില ടിപ്പുകൾ പറഞ്ഞു തരാണ്. നിങ്ങളും കൂടി ഞങ്ങൾ അനുഭവിക്കുന്ന ഈ സാബത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വേണ്ടി. Reign the Holy Ruach, Lord. Reign forevermore. So, ഈ സൃഷ്ട പ്രപഞ്ചം, like they are constantly praising the Lord, I feel. അപ്പോൾ when we join them, നമ്മൾ ശരിക്കും ആ ഒരു യൂണിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കർത്താവ് സൃഷ്ടികളെ മുഴുവൻ കർത്താവിനെ നിരന്തരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം, ആരാധന മനോഭാവത്തിലെ സൃഷ്ടികളെ എല്ലാத்தைയും, all creatures, all creation was created in this worship mentality. അത് മാത്രമല്ല, ഇവിടെയുള്ള പൂക്കൾ കണ്ടില്ലേ, ഈ പൂക്കളെല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അത് പൊട്ടിച്ച് അൾത്താരയിൽ വെക്കുമ്പോഴോ, ആരാധനയ്ക്കൊക്കെ നമ്മൾ പൂക്കൾ വെക്കുമ്പോൾ, സോ whenever ഈ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ആ ദൈവത്തിനോട് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്നേഹം വരും. ഇത്രയും ഭംഗിയിൽ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയില്ല പിതാവ് ക്രിയേറ്റീവായിട്ട് പല പൂക്കൾ. ഇങ്ങനെ വെള്ള വേണോ വെള്ളം, ചുവപ്പ് വേണോ ചുവപ്പ്, മനുഷ്യന് വേണ്ടി കാണാനും മനുഷ്യൻ കാണാനും അവൻ സന്തോഷിക്കാൻ, ഇതൊക്കെ കണ്ട് സന്തോഷിക്കാനാണ് പിതാവ് ഇത്രയും ക്രിയേറ്റീവായിട്ട് ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയെന്ന് ആലോചിക്കുമ്പോൾ ഒരു നന്ദി വരും, ഒരു സ്നേഹം വരും, പിന്നെ ഒരു ആരാധന വരും. ഇപ്പോൾ പറഞ്ഞു പിന്നെ നമ്മൾ പഠിച്ചില്ലേ ക്ലാസ്സിൽ
ബൈബിളൊക്കെ വായിച്ചു പോരുമ്പോഴൊക്കെ ലോകത്തിന്മേലും ഈ സൃഷ്ടികളിലെ എല്ലാത്തിൻ്റെ മേലും ഒരു അധികാരം, ഒരു ആധിപത്യവും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ ഏറ്റവും ലാസ്റ്റ് ഈ സാധനങ്ങളെല്ലാം, മരങ്ങളും ചെടികളും എല്ലാം ആദ്യം സൃഷ്ടിച്ചിട്ട് ഏറ്റവും അവസാനം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതെല്ലാം എടുത്തതിന് ശേഷം അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെ മേലൊരു അധികാരമാണ് ദൈവം നമുക്ക് തന്നെ. അപ്പോൾ നമ്മൾ എത്രമാത്രം ആ ദൈവത്തോടെ ആരാധന മനോഭാവത്തോടെ ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രകൃതി നമ്മളോട് ചേർന്നു. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് അകന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മദർ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ, നമ്മൾ പ്രകൃതിയോട് അകന്നു പോകുമ്പോൾ, പ്രകൃതിക്ക് നമ്മൾ നാശം വരുത്തുമ്പോൾ പ്രകൃതി നമ്മളോട് ഇങ്ങോട്ടേക്ക് പ്രതികരിക്കുന്നത് ഈ പ്രകൃതിക്ഷോഭങ്ങളും അങ്ങനെയൊക്കെ വരുന്നതെന്നുള്ളൊരു കാര്യം. ഇപ്പം നമ്മൾ എത്രമാത്രം, ഇപ്പം സിസ് പറഞ്ഞ പോലെ എത്രമാത്രം ആരാധന മനോഭാവം അല്ലെങ്കിൽ നന്ദിയുണ്ട് ദൈവത്തിനോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് മനുഷ്യനോട് തന്ന. പിന്നെ സിസിക്ക് അത് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ഇതിനൊക്കെ എന്തായാലും നമ്മൾ കുറേ പണികളൊക്കെ എടുക്കണം. ഈ പൂവ് ചെടികളിലൊക്കെ ഇത്ര പൂവുണ്ടായിരിക്കണം. പക്ഷെ അതൊരു ശിക്ഷയായിരുന്നില്ല, അതൊരു നന്ദിപൂർവ്വം നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് ആ ചെടിക്കും ഒരു സന്തോഷമാകും, അതനുസരിച്ചുള്ള പൂക്കളും വളരും. അതൊരു ശിക്ഷയായിട്ടല്ല, ഒരു ദൈവത്തിലൊരു ശിക്ഷയായിരുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഒരു ആ നന്ദിയുടെ മനോഭാവത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് ആ ദൈവത്തെ ഈ പ്രകൃതിയോട് ചേർന്ന്, പ്രകൃതി ഇപ്പം നമ്മൾ പറയും പ്രകൃതിയോട് ചേർന്ന് നമ്മൾ സ്തുതിക്കും, പക്ഷെ നമ്മളോട് ചേർന്ന് ആ പ്രകൃതി ശരിക്കും ദൈവത്തെ സ്തുതിക്കും. സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ആ തോമസ് ലിഹായുടെ മൃഗങ്ങളിലൊക്കെ എത്ര മൃഗങ്ങളെ ഇങ്ങനെ പുലി, ആന എല്ലാത്തിനെ ശാന്തമാക്കിയ കുറേ ചരിത്രങ്ങൾ ഇങ്ങനെ നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി. അപ്പോൾ അവരൊക്കെ ഈ ദൈവത്തിൽ നിന്നും ആ ഒരു കൃപ സ്വീകരിച്ച് ദൈവത്തോട് ഒത്ത് ജീവിച്ചിട്ട് ആ നന്ദിയുടെ മനോഭാവം വന്നപ്പം അതെല്ലാം മനുഷ്യന്, ആ വിശുദ്ധർക്ക് കീഴ്പ്പെട്ടു. അതുപോലെ നമ്മളും ആ ഒരു സുഹൃത്തത്തിൽ ജീവിച്ചു വരുമ്പം നമുക്കും അതിന് പറ്റൂ എന്നുള്ളൊരു മാതൃക കാണിച്ചു തരാൻ വേണ്ടി വിശുദ്ധര് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു. ഈ ഇവിടെ പൂക്കളുടെ കാര്യം പറഞ്ഞു, പിന്നെ വൃക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞു. പക്ഷെ കുറെ ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സിനെയും കർത്താവ് ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ആ ആദ്യത്തെ ദിവസം തന്നെ, ആദ്യത്തെ ദിവസം ആകാശം ഭൂമി സൃഷ്ടിച്ചു, അത് കഴിഞ്ഞിട്ട് ഓരോരോ വൃക്ഷങ്ങളും പക്ഷികളും. അപ്പോൾ ഈ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് ഉപകാരമുണ്ട്, അനിമൽസിനും ഉപകാരമുണ്ട്. ഈ ഫ്രൂട്ട്സിൻ്റെ കാര്യം വരുമ്പോൾ എത്രമാത്രമാണ് നമ്മൾ നന്ദി പറയുന്നത്. ചില ഫ്രൂട്ട്സുകൾ ചീഞ്ഞു പോവും, ചില ഫ്രൂട്ട്സിൽ നമുക്ക് ഉപകാരമുണ്ട്, ചില ഫ്രൂട്ട്സ് ചീഞ്ഞത് ഇപ്പോൾ പറയില്ലേ, കുറേ ആപ്പിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ചീഞ്ഞ ആപ്പിൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം സ്പോയിലാവും. പക്ഷെ ഇതിൽ നിന്നെല്ലാം, ഈ അഴുകളിൽ നിന്നും വളരുന്നതിൽ നിന്നും അതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കാനുണ്ട് മീൻസ് നമ്മുടെ തന്നെ ആത്മീയ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഫ്രൂട്ടുകൾ കുറേ നാൾ നമ്മൾ പരിശീലിച്ച് വരുമ്പോൾ ഈ ഓരോ മരങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ്, അതേപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും സഹനത്തിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്വഭാവം മാറ്റാൻ വേണ്ടി നമ്മളൊരു പരിശ്രമം നടത്തി അവസാനം ഒരു ഫ്രൂട്ട്സ് ഉണ്ടാവും. പിന്നെ ആണെങ്കിൽ ചിലത് നമ്മൾ മുരടിപ്പിക്കും, അതിൽ പരിശീലനം വേണ്ട, എനിക്കത് പറ്റില്ല അങ്ങനെ പറഞ്ഞ് നിരാശയിലേക്കോ അല്ലെങ്കിൽ കുറ്റബോധത്തിലേക്കോ പോയിട്ട് ചീഞ്ഞ കളയുന്ന ഫ്രൂട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ അഴുകുന്ന മരത്തിൽ നിന്നും ഇപ്പോൾ ഒരു ഇല വീഴും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പഠിക്കാനുണ്ട്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഈ ഇല വീണ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് അധികം മുന്നോട്ട് പോയില്ലെങ്കിൽ ഞാനും ഈ ഇലയുടെ പോലെ വീണ് പോകും. പക്ഷെ എന്നാൽ വേറെ കുറേ ഇലകളുണ്ട്. അത് വേണം നമ്മുടെ ജീവിതത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, നമ്മൾ വേറെ കുറേ നന്മ പ്രവൃത്തികളുണ്ട്. അപ്പം ആ നന്മ പ്രവൃത്തികൾ നമ്മൾ കൂടുതൽ വളർത്തുമ്പോൾ അത് വളർന്നിട്ട് ഇങ്ങനെ ഇലയാവും, പിന്നെ ഫ്രൂട്ട്സ് ആവും. അപ്പോൾ ഫ്രൂട്ട്സ് ബാക്കിയുള്ളവർക്ക് കഴിക്കാനുള്ളതാവും. അതാ ചെടി എന്തായാലും ആ ഫ്രൂട്ട് കഴിക്കാൻ പോകില്ല, ബാക്കിയുള്ളവരാണ് ഫ്രൂട്ട് കഴിക്കുക, ആ ഫ്രൂട്ട് ബാക്കിയുള്ളവരെ കഴിക്കും. അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറേ പഠിക്കാനുള്ള കാര്യം, മനുഷ്യനെയും കൂടി പഠിക്കാം. മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയും ഈ പ്രകൃതി കണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. Reign the Holy Ruach, Lord, reign forevermore.